കാട്ടിലെ രാജാവാണ് സിംഹം. നമ്മളെല്ലാവരും അല്പം ഇഷ്ടത്തോടെയും എന്നാൽ ഭയത്തോടെയും കാണുന്ന ഒരാളാണ് സിംഹം, അല്ലേ? ആ സിംഹത്തിൻ്റെ ഒരു പ്രത്യേകത നമുക്കറിയാം. അതൊരു ഇരയെ ഫോക്കസ് ചെയ്ത് ആ ഇരയെ മാത്രം ഫോക്കസ് ചെയ്ത് ലക്ഷ്യത്തിലേക്ക് നോക്കുന്നയാളാണ്. അതായത് കുറേ ഇരകൾ അവിടെ ഉണ്ടെങ്കിൽ അതിൽ ഒന്നിനെ മാത്രം ഫോക്കസ് ചെയ്യുന്നു. അപ്പോൾ അതിനുശേഷം അത് ഒരു തയ്യാറെടുപ്പ് നടത്തുന്നു. അതിനുശേഷമാണ് അത് ആ ഇരയെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ അത് പറയാൻ കാരണം, ഇപ്പം നമുക്കും നമ്മുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ടല്ലേ, ഒരു എൻജിനീയർ ആവണം, ഡോക്ടർ ആവണം. അപ്പോൾ നമുക്ക് എൻജിനീയർ ആവണമെങ്കിൽ തീർച്ചയായിട്ടും ആ ലക്ഷ്യത്തിലേക്ക് പോകണമെങ്കിൽ ഒരു തയ്യാറെടുപ്പ് ആവശ്യമുണ്ട്. ആ തയ്യാറെടുപ്പിന് നിങ്ങളെ സഹായിക്കാൻ തീർച്ചയായിട്ടും ബ്രില്യൻ ഫാമിലി നിങ്ങളോടൊപ്പം ഉണ്ട്. എല്ലാവരെയും ബ്രില്യൻ ഫാമിലിയിലേക്ക് ആദ്യം തന്നെ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ എൻ്റെ പേര് ജോബിൻസ്. ഞാൻ ആ ബ്രില്യൻറ്റിൽ വന്നിട്ട് ഏകദേശം 14 വർഷമാകുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഓർക്കുന്നത് ആദ്യം ബ്രില്യൻറ്റിൽ വന്ന കാലഘട്ടമാണ്. അപ്പോൾ ആദ്യം നമുക്കറിയാം, ആ സമയത്തൊക്കെ ബോർഡും ചോക്കും ഒക്കെ ആയിരുന്നല്ലേ. ഇപ്പോൾ നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ചോക്കുകൾ കൊണ്ട് കളിച്ച് പഠിച്ച ആൾക്കാരാണ്. അപ്പോൾ ചോക്കും ബോർഡും ഉപയോഗിച്ച് നമ്മൾ ക്ലാസ് എടുക്കുന്ന ഒരു കാലഘട്ടം. പിന്നെ അതൊക്കെ പോയി നമുക്കറിയാം. ഇന്ന് നമുക്ക് സ്മാർട്ട് ബോർഡുകളായി, ആനിമേഷൻസായി, അതൊക്കെ വെച്ച് നമുക്ക് കണ്ടും അറിഞ്ഞുമൊക്കെ പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായി. ബ്രില്യൻറ്റിൽ എനിക്ക് ഏറ്റവും കണ്ട പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തീർച്ചയായിട്ടും ടൈം ടു ടൈം അപ്ഡേഷനാണ്. അപ്പോൾ നമ്മൾ കൊറോണ ഒക്കെ വന്ന സമയത്ത് പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും പല സ്ഥലങ്ങളും പകച്ചു നിന്നപ്പോൾ ബ്രില്യൻറ്റ് തീർച്ചയായിട്ടും എൻട്രൻസ് കോച്ചിങ് രംഗത്ത് സജീവമായിട്ട് ഉടനെ തന്നെ നിൽക്കാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് അതാണ്. അപ്പം നമ്മൾ കൊറോണ വരുന്നതിന് മുൻപേ തീർച്ചയായിട്ടും സ്മാർട്ട് ബോർഡ് അങ്ങനെയുള്ള ആനിമേഷൻസ് കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെയുള്ള കാലഘട്ടങ്ങളിൽ തീർച്ചയായിട്ടും ബ്രില്യൻറ്റ് ഏറ്റവും മുൻപന്തിയിൽ വരാനുള്ള കാരണം. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം, നമ്മൾ എവിടെ ചെന്നാലും, നമ്മൾ ഏത് ഫീൽഡിലാണെങ്കിലും ടൈം ടു ടൈം അപ്ഡേഷൻ നടത്തിയാലേ തീർച്ചയായിട്ടും നമുക്ക് നല്ല റിസൾട്ട് എല്ലാ കാലവും ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ബ്രില്യൻറ്റിൽ വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും നല്ല കാര്യമെന്ന് പറയുന്നത് അതാണ്. അപ്പോൾ നമ്മൾ സിലബസ് ആണെങ്കിലും ടീച്ചിങ് മെത്തേഡ്സ് ആണെങ്കിലും എല്ലാം ടൈം ടു ടൈം അപ്ഡേറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് സ്മാർട്ട് ക്ലാസ്സുകളുണ്ട്. ഇപ്പോൾ ആനിമേഷൻ തീർച്ചയായിട്ടും ഒരു കുട്ടി കാണുന്ന സമയത്ത് അപ്പോൾ നമ്മൾ എന്താണോ നമ്മുടെ ഫ്രണ്ടിൽ നടക്കുന്നത് അത് തന്നെ നമ്മുടെ ഫ്രണ്ടിൽ വരത്തക്ക രീതിയിലുള്ള ഒരു അനുഭവമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അതാണ് നമുക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ നമുക്കറിയാം, സിലബസ് ഓറിയൻറ്റഡ് ആയിരിക്കണം നമ്മളെ പ്രിപ്പറേഷൻ, അല്ലേ? ഇപ്പം ബ്രില്യൻറ്റിൽ തീർച്ചയായിട്ടും അടുത്ത ഒരു കാര്യമെന്ന് പറയുന്നത് സിലബസ് ഓറിയൻറ്റഡ് ആണ്. അതേപോലെ തന്നെ ആ സിലബസിൽ നിന്നുകൊണ്ട് ഏതൊക്കെ രീതികളിൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ടോ, അങ്ങനെ പല പല പോസിബിലിറ്റീസ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ അത് തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു കാര്യമാണ്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് JEE മെയിൻ പ്രിപ്പറേഷൻ നടക്കുന്ന സമയത്ത് ആ കുട്ടികൾക്ക് തീർച്ചയായിട്ടും JEE അഡ്വാൻസ്ഡ് ലെവലിൽ പോലും പ്രിപ്പറേഷനാണ് നമ്മൾ JEE മെയിൻ ബാച്ചുകൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ JEE മെയിൻ ബാച്ചിൽ വന്നാലുള്ള അഡ്വാൻറ്റേജ്, നമുക്ക് JEE മെയിൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും, എക്സാം നന്നായിട്ട് എഴുതാൻ പറ്റും. അതിനോടൊപ്പം തന്നെ JEE അഡ്വാൻസിനും നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ തന്നെ നമുക്കറിയാം, ടീച്ചിങ്ങിനോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളെ എക്സാം മെത്തേഡ്സ്. എക്സാമിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഓരോ ടീച്ചിങ് പോയിൻറ്റ്സും കറക്റ്റായിട്ട് ആപ്ലിക്കേഷൻ വരത്തക്ക രീതിയിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് പ്രിപ്പയർ ചെയ്ത എക്സാം പേപ്പേഴ്സാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ടീച്ചിങ് മെത്തേഡ്സ് ഉണ്ട്, നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഷെഡ്യൂളുണ്ട്. ആ കറക്റ്റ് ടൈമിൽ നമ്മൾ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് പോർഷൻസ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ ഇവിടെ ക്ലാസ്സിൽ തീർച്ചയായിട്ടും അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നല്ല ഒരു റിസൾട്ട് തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പോൾ കേരളത്തിൽ മാത്രമല്ല ഇന്ന് ബ്രില്യൻറ്റ് അറിയപ്പെടുക നമുക്കറിയാം, ഇന്ത്യയിലും ലോകമൊട്ടാകും ആ ബ്രില്യൻറ്റ് ഇന്ന് അറിയപ്പെടുന്ന ഒരു കോച്ചിങ് സെൻ്ററായി മാറിയെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ കാരണം ആ ബ്രില്യൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന റിസൾട്ട് തന്നെയാണ്. അപ്പോൾ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രിപ്പറേഷന് തീർച്ചയായിട്ടും നിങ്ങൾ സജ്ജരാണെങ്കിൽ തീർച്ചയായിട്ടും ബ്രില്യൻ ഫാമിലിയിലേക്ക് സ്വാഗതം. റിസൾട്ട് ആഗ്രഹിക്കുന്ന നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും ബ്രില്യൻ ഫാമിലിയുടെ ഭാഗമാകണം. അപ്പോൾ നമുക്ക് വീണ്ടും ക്ലാസ്സിൽ കാണാം. എക്സാമിൻ്റെ കാര്യങ്ങളും ടീച്ചിങ് മെത്തേഡ്സും ഒക്കെ ആസ്വദിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ ബ്രില്യനോടൊപ്പം ഉണ്ടാകണം. നമുക്ക് ഇവിടെ വെച്ച് വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.